ഇടത് സർക്കാരിന്റെ ഭരണകാലത്ത് കേരളത്തിന്റെ പൊതുകടത്തിലുണ്ടായത് 204% വർധന. 9 വർഷത്തിൽ പൊതുകടം 1.62 ലക്ഷം കോടിയിൽ നിന്ന് 4.94 ലക്ഷം കോടിയായി. 3.31 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് 2 ഭരണകാലയളവിലായി പിണറായി സർക്കാർ വരുത്തിവെച്ചത്. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത് മോഹനൻ, പെൻഷനുകൾ സമയത്ത് നൽകുന്നില്ല, ക്ഷേമ പെൻഷൻ പലപ്പോഴും വാഗ്ദാനങ്ങളായി മാറുന്നു, ആശമാരുടെ സമരം 200 ദിവസം പിന്നിട്ടു, പല അവശ്യ ചെലവുകളും നടക്കുന്നില്ല ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പബ്ലിക് റിലേഷൻസിനും പരസ്യത്തിനും ധൂർത്ത് ഇഷ്ടം പോലെ നടക്കുന്നു. അതിനൊപ്പം സാധാരണക്കാരുടെ തലയിൽ കടക്കെണി, ഈ കടം ഇങ്ങനെ കുമ്പാരം കൂട്ടുകയാണ്, സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുകയാണ് സർക്കാർ, അല്ലേ? നമസ്തേ ആൻഡ് ഗുഡ് മോർണിംഗ്. നമസ്തേ, ഗുഡ് മോർണിംഗ് പ്രദീപ്. ഈ പ്രദീപ് പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേർക്കുമ്പോൾ ഏതാണ്ട് 1,62,272 കോടിയായിരുന്നു സംസ്ഥാനത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ 2 ടേമുകളിലായി 9 വർഷവും ഏതാണ്ട് 94 ദിവസവും പിന്നിട്ടിരിക്കുന്നു. ഇത്രയാകുമ്പോഴേക്കും കേരളത്തിന്റെ ആകെ പൊതുകടം എന്ന് പറയുന്നത് 4,94,091 കോടിയായി ഉയർന്നിരിക്കുന്നു. അതായത് ഈ 2 പിണറായി വിജയൻ സർക്കാരുകളുടെയും ടേമിൽ മാത്രം ഇടത് സർക്കാർ മാത്രം വരുത്തിവെച്ചത് ഏതാണ്ട് 3,31,819 കോടിയുടെ കടബാധ്യതയാണ്. അതായത് 2016 ഉണ്ടായിരുന്നതിന്റെ ഏതാണ്ട് 204% വർധനമാണ് സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത്രയധികം കടബാധ്യത വർദ്ധിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ പലപ്പോഴും പറയുന്നത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒന്നും അത്രയും കടബാധ്യത കേരളത്തിലില്ല, കേരളത്തിനേക്കാളും കടബാധ്യത കൂടിയ സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ചില കണക്കുകളും തിരുത്തി സർക്കാർ എപ്പോഴും ന്യായീകരിക്കാറുണ്ട്. പക്ഷേ ഈ കണക്കുകളുടെ ഒരു യാഥാർത്ഥ്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിനേക്കാളും ഈ കടബാധ്യത കൂടിയ സംസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എങ്ങനെയാണ് കേരളത്തിന്റെ ഈ കടമെടുപ്പ് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. എപ്പോഴും ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത ആരോഗ്യകരമായ നിലയിലാണോ എന്ന് പരിശോധിക്കുന്നത് കടവും GSTPയും തമ്മിലുള്ള അനുപാതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോഴും 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേർക്കുമ്പോൾ ഏതാണ്ട് 29.9% കേരളത്തിന്റെ ഈ GSTPയും കടമെടുപ്പും തമ്മിലുള്ള അനുപാതം. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 വരുമ്പോൾ അത് 33.9% ഉയർന്നിരിക്കുന്നു. അതായത് കട അനുപാതവും GSTPയും കടവും തമ്മിലുള്ള അനുപാതവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിനേക്കാൾ ഈ രീതിയിൽ GSTP കട അനുപാതം കൂടുതലുള്ളത് 10 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. 17ഓളം സംസ്ഥാനങ്ങളിൽ നിലവിൽ കേരളത്തിനേക്കാളും കുറവാണ് ഈ പറയുന്ന രീതിയിലുള്ള GSTPയും കടവും തമ്മിലുള്ള അനുപാതം എന്നുള്ളത് കൂടി സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പൊളിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്താണ് കേരളത്തെ കൂടുതൽ അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വിപണി വായ്പകളിലുള്ള അമിതാശ്രയമാണ് സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. 2 രീതിയിലുള്ള കടമെടുപ്പിന് സംസ്ഥാനങ്ങൾക്ക് സാധിക്കും. ഒന്ന്, ഇപ്പോൾ ഈ ചില ഫണ്ടുകൾ പോലെയുള്ള പരമ്പരാഗത രീതിയിലുള്ള കടമെടുപ്പും അതോടൊപ്പം തന്നെ പൊതുവിപണിയിൽ നിന്നുള്ള കടമെടുപ്പും. പരമ്പരാഗത രീതിയിലുള്ള കടമെടുപ്പുകൾക്ക് കൂടുതൽ ടൈം, പലിശ കുറവ്, അങ്ങനെയുള്ള ഒട്ടനവധി ഗുണഗണങ്ങളുള്ളൂ. പക്ഷെ അത് പലപ്പോഴും സർക്കാരിന് വക മാറ്റി ചെലവഴിക്കാൻ സാധിക്കില്ല. എടുക്കുന്ന ആവശ്യം എന്താണ്? ഇപ്പോൾ നബാർഡിൽ നിന്നുള്ള വായ്പയാണെങ്കിൽ കൃഷി പോലെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ പൊതുവിപണിയിൽ നിന്നെടുക്കുന്ന വായ്പ പലപ്പോഴും സർക്കാരിന് ഇത്തരത്തിൽ വക മാറ്റി ചെലവഴിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ കൂടുതൽ പൊതുവിപണിയെ ആശ്രയിക്കുന്നു. പക്ഷേ പൊതുവിപണിയിൽ പലപ്പോഴും ഷോർട്ട് ടൈം ആയിരിക്കും, അതോടൊപ്പം തന്നെ പലിശ നിരക്കുകൾ കൂടുതലായിരിക്കും എന്നുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ എപ്പോഴും പൊതുവിപണിയെ ആശ്രയിക്കുന്നു. അങ്ങനെ ഈ പൊതുവിപണിയിൽ നിന്നുള്ള കടമെടുപ്പിന്റെ അമിതാശ്രയമാണ് കേരളത്തിന് ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിനൊപ്പം തന്നെയാണ് പലിശക്കിണിയിലേക്കും സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവിടുന്നതിന്റെ കണക്കുകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം 53,666 കോടി രൂപ കടമെടുത്ത 2024-25 മാത്രം സംസ്ഥാനം പലിശ നൽകാൻ വേണ്ടി മാത്രം ചെലവഴിച്ചത് 29,739.32 കോടി രൂപയാണ്. ഈ 2025-26 പലിശ നൽകാൻ ഏതാണ്ട് 32,000 കോടിയോളം രൂപ വേണ്ടി വരുമെന്നുള്ളതും ഒരു എസ്റ്റിമേറ്റ് ആണ്. അതൊരു റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എടുക്കുന്ന തുകയുടെ നല്ലൊരു ശതമാനം, ഒരു വർഷം, ഒരു സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കുന്ന തുകയുടെ ഏതാണ്ട് നല്ലൊരു ശതമാനവും പലിശ നൽകാനായി കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളത് പറയുമ്പോഴാണ് ഈ കടമെടുപ്പ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, കൂടുതൽ കടബാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഇനി ഇത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ സർക്കാർ ഈ രീതിയിൽ കടമെടുക്കുന്നു, അതിനൊപ്പം തന്നെ പലിശ നൽകാൻ സർക്കാർ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു തുക ചെലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ കടമെടുക്കുന്ന തുക പലപ്പോഴും സർക്കാരിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പര്യാപ്തമായ രീതിയിൽ ചെലവഴിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഈ കടമെടുപ്പ് കൂടുതലും നടത്തുന്നത് പെൻഷനും ശമ്പളവും ഒക്കെ നൽകാൻ വേണ്ടിയാണ്. അതിന് പോലും കൃത്യമായി ഈ തുക തികയാതെ
കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വിടവ് നികത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്ന സാഹചര്യം, അതിലും പലിശ നൽകുന്നു. അങ്ങനെ കടമെടുത്ത് ആ കടത്തിന് മുകളിൽ പലിശ കയറി അതിനു മുകളിൽ വീണ്ടും കടമെടുത്ത് സംസ്ഥാനത്തെ വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക ദുരന്തത്തിലേക്ക് സംസ്ഥാന സർക്കാർ നയിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആകെ 5 മാസമായപ്പോഴേക്കും 23,000 കോടിയാണ് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 5 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ കടമെടുത്തിരിക്കുന്നത്. ഈ ഡിസംബർ വരെ കടമെടുക്കാൻ കഴിയുന്നതിന്റെ ഏതാണ്ട് നല്ലൊരു ശതമാനം, ഇനി ഏതാണ്ട് 6,799 കോടി എന്തോ ആണ് അത്രയും കേരളത്തിന് കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ ഡിസംബർ വരെ. പക്ഷേ അതിൽ കൂടുതൽ 7,500 കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യവുമായി കേന്ദ്ര സർക്കാരിന്റെ മുന്നിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ദുരന്തം പരിഗണിച്ച് നേരത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തിൽ അനുവദിച്ച കൂടുതൽ തുകയിൽ കൂടുതൽ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഒരു വശത്ത് ലക്ഷങ്ങൾ, ഈ പറയുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് കോടി രൂപ കടമെടുക്കുന്നു, മറുവശത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് മതിയായ ഫണ്ട് നൽകുന്നില്ല, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല, ഒപ്പം ക്ഷേമ പെൻഷനുകൾ പോലെയുള്ളവ പലവട്ടവും പ്രതിസന്ധിയിലാക്കുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എങ്ങുമെത്താതെ മുരടിച്ചു പോകുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ അപകടകരമായിട്ടുള്ള ഒരു സാമ്പത്തിക യാഥാർത്ഥ്യം. പ്രദീപ്. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങളുമായി ചേർന്നത്.